അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിലെ പ്രമുഖരായ ബഹുമാനപ്പെട്ട അലിയുൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ വലിയൊരു കച്ചവടക്കാരനും കൂടിയായിരുന്നു. വളരെ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. കച്ചവടം ചെയ്യൽ, ബിസിനസ് ചെയ്യൽ ഇസ്ലാമിൽ എതിർപ്പൊന്നുമില്ല, അതൊക്കെ ചെയ്യേണ്ടതാണ്. നമുക്ക് കുറേ ബാധ്യത വീട്ടാനുണ്ടല്ലോ. നമ്മളെ മക്കൾ, നമ്മളെ കുടുംബം, നമ്മളെ മാതാപിതാക്കൾ, അവർക്ക് സന്തോഷത്തോടു കൂടെ നോക്കണമെങ്കിൽ നമുക്ക് നല്ല കച്ചവടങ്ങൾ, നല്ല ബിസിനസ്സുകൾ, നല്ല ജോലികളൊക്കെ ഉണ്ടാകണമല്ലോ. അപ്പം അത് നല്ല നിയ്യത്തോടു കൂടെ ചെയ്യുമ്പോൾ അതൊരു വലിയ ബർക്കത്താണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൻ്റെ ശൈലി പറയുമ്പോൾ മഹാന്മാർ പറയുന്നു, ഇദാ ഫതഹ ഹാനൂതഹു യഖൂലു ബിസ്മില്ലാഹിൽ ഫത്താഹിൽ അലീം നവൈതുൻ നഫ്അ ഇബാദക യാ അല്ലാഹ്. നല്ല റാഹത്തുള്ള സന്തോഷത്തോടുകൂടെ മനസ്സറിഞ്ഞ് റബ്ബിനെ മനസ്സിൽ കരുതുകൊണ്ട് നല്ലൊരു ബിസ്മി കൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ കട തുടങ്ങുകയാണ്. അങ്ങനെ തുടങ്ങിയിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, നവൈത്തു, നല്ലൊരു നിയത്ത് അവിടെ നിന്ന് കരുതുകയാണ്. അതാണല്ലോ ഏത് വിഷയം ഇബാദത്താകണമെങ്കിൽ നല്ലൊരു നിയ്യത്തുണ്ടാകണം. നല്ലൊരു നിയ്യത്തുണ്ടെങ്കിലേ എല്ലാ കാര്യങ്ങളും നമുക്കത് ഇബാദത്താക്കാൻ പറ്റും. അങ്ങനെ ബഹുമാനപ്പെട്ടവർ പറയണം, നവൈത്തു, ഞാൻ ഈ കട കൊണ്ട്, ഞാനിവിടെ കച്ചവടം ചെയ്യുന്നത് കൊണ്ട് കരുതുന്നത് അന്നഫ്അ ഇബാദക യാ അല്ലാഹ്, എൻ്റെ ഈ കട കൊണ്ട് നിന്റെ അടിമകൾക്ക് കുറേ ഉപകാരമുണ്ടാകണം, അതാണ് ഇതുകൊണ്ട് ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞ് സുമ്മ യജ്ലിസു ബിഹുദൂരി അല്ലാഹി തആല ഹത്താ യൻസരിഫ. പിന്നെ ആ കച്ചവടം ചെയ്യുന്ന സമയങ്ങളിലെല്ലാം അള്ളാഹുവിനെ മനസ്സിൽ കരുതിക്കൊണ്ട് ഒരു ഹറാമിയത്തും വരാതെ, ഒരു ചതിയും വരാതെ, അള്ളാഹു പൊരുത്തപ്പെടാത്ത ഒരു കാര്യം വരാതെ നല്ല സൂക്ഷ്മതയോടുകൂടെ, നല്ല റാഹത്തോടുകൂടെ, എല്ലാ ആൾക്കാർക്ക് സന്തോഷമാകുന്നതുവരെ തൃപ്തിപ്പെടുന്ന രീതിയിൽ ബഹുമാനപ്പെട്ടവർ കച്ചവടം ചെയ്തിരുന്നു എന്ന് മഹാന്മാരെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊക്കെയും വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഒരു കച്ചവടം ചെയ്യുമ്പോഴേക്ക് പിന്നെ നാം അവിടെ ഹറാമെന്നോ ഹലാലെന്നോ ഒന്നും നാം ചിന്തിക്കുന്നില്ല. അത് അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഇന്നെങ്ങനെ ജീവിക്കുക, ഇന്നെങ്ങനെ കച്ചവടം ചെയ്യുക എന്ന വാക്കുകളാണ് നമ്മ പറയുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്തു പോകരുത്, ഒരിക്കലും അങ്ങനെ പറഞ്ഞു പോകരുത്. റബ്ബിന് വേണ്ടി നല്ല നിയ്യത്തോടു കൂടെ കച്ചവടം ചെയ്യുന്ന, ബിസിനസ് ചെയ്യുന്ന, ജോലി ചെയ്യുന്ന എത്രയോ ആൾക്കാരും ഇന്നുമുണ്ട്. അങ്ങനെ ഒരു നിയ്യത്തുണ്ടെങ്കിൽ അതിനിക്ക് അല്ലാഹു തൗഫീഖ് നൽകും, അതിൽ വലിയ ബറക്കത്ത് ചെയ്യും. മറ്റുള്ളവനേക്കാൾ കുറച്ച് ലാഭങ്ങളൊക്കെ കുറഞ്ഞി എന്ന് പെട്ടെന്ന് നോക്കുമ്പോൾ അങ്ങനെ തോന്നിപ്പോയിട്ടുണ്ടെങ്കിലും അവനിക്ക് കിട്ടുന്ന ബർക്കത്ത്, അവനിക്ക് കിട്ടുന്ന റഹ്മത്ത്, അവനിക്ക് കിട്ടുന്ന രക്ഷ, അവനിക്ക് കിട്ടുന്ന റബ്ബിന്റെ കാവൽ അത് ചെറുതൊന്നുമല്ല, വലിയ ബർക്കത്തായിരിക്കും, വലിയ റഹ്മത്തായിരിക്കും. അവന്റെ ജീവിതത്തിൽ ആ കിട്ടുന്ന ചെറിയ അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിന്റെ തൃപ്തിയോടുകൂടെ ആ സമ്പാദിച്ച പണം കൊണ്ട് അവന്റെ കുടുംബത്തിൽ അവൻ ചെലവ് ചെയ്യുമ്പോൾ, അവന്റെ സ്വന്തത്തിൽ അവൻ ചെലവ് ചെയ്യുമ്പോൾ അതിൽ വലിയൊരു വിശാലതയാണ്, വലിയൊരു ബർക്കത്ത് തീർച്ചയായും അത് കാണിച്ചു തരും. അതിൽ യാതൊരു സംശയമില്ല. നമ്മളെ ഇബ്ലീസ് ഇങ്ങനെ ഭയപ്പെടുത്തുകയാണ്, നമ്മെ ഇങ്ങനെ പേടിപ്പെടുത്തുകയാണ്. ഞാനിങ്ങനെ ഹറാമത്തൊക്കെ നോക്കി, അതൊക്കെ നോക്കി ഞാൻ സൂക്ഷിച്ച് ഈ കച്ചവടമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ കുടുങ്ങിപ്പോകും, എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, വേണ്ടതുപോലൊന്നും ലാഭം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പലപ്പോഴും നാം ചിന്തിക്കുകയാണ്. അത് വല്ലാത്ത തെറ്റിദ്ധാരണയാണ്. നല്ല ലാഭമുണ്ടാവും, നല്ല ബർക്കത്തുണ്ടാവും, എല്ലാത്തിലും ലാഭമുണ്ടാക്കുക, ബർക്കത്തുണ്ടാക്കുക, അതൊക്കെയും റബ്ബാണ്. എത്രയോ മഹാന്മാരുടെ ജീവിതത്തെ എടുത്തു നോക്കിയാൽ അവർ നല്ല കച്ചവടക്കാരായിരുന്നു, അവർ നല്ല ജോലിക്കാരായിരുന്നു, നല്ല സമ്പാദിക്കുന്നവരായിരുന്നു. അവരുടെ സമ്പാദ്യത്തിൽ യാതൊരു കുറവും വന്നിട്ടില്ല. അവർക്ക് വേണ്ടതൊക്കെയും അവർ ദുനിയാവിൽ അവർ സമ്പാദിച്ചിട്ട് റബ്ബിനെ ചിന്തിക്കലോടുകൂടെ, റബ്ബിന് ഇബാദത്ത് ചെയ്യലോടുകൂടെ, റബ്ബിനെ തൃപ്തിപ്പെടുത്തലോടുകൂടെ. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട അലിയുൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ചരിത്രം കൊണ്ടൊക്കെയും നാം മനസ്സിലാക്കേണ്ടത്, നാം കച്ചവടം ചെയ്യുന്നതോ, നാം ജോലി ചെയ്യുന്നതോ, ബിസിനസ് ചെയ്യുന്നതോ, സമ്പാദിക്കുന്നതോ ഇതൊന്നും റബ്ബിന്റെ തൃപ്തിക്ക് തട ആവുകയില്ല. നല്ല ഈമാനുണ്ടെങ്കിൽ, നല്ല കരുത്തുണ്ടെങ്കിൽ, നല്ല നിയ്യത്തുണ്ടെങ്കിൽ
അതേ സമയത്ത് അങ്ങനൊന്നുമില്ല, റബ്ബിനെ പൊരുത്തപ്പെടിക്കണമെന്ന് ഒരു നിർബന്ധം നമുക്കില്ലാതാകുമ്പോഴാണ് നാം ഇങ്ങനെ ആൾക്കാരെ ചതിക്കാനും കളവും പറഞ്ഞിട്ട് എന്തൊക്കെയോ ചെയ്യാൻ, അങ്ങനെ എന്തൊക്കെയോ ലാഭങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ കുറേ ലാഭങ്ങൾ ഉണ്ടായിട്ടൊരു കാര്യമില്ല. ആ പണം ഒറ്റ നിമിഷം കൊണ്ട് തീർന്നു പോകാനില്ല. ഒറ്റൊരു കാരണം റബ്ബ് തന്നാൽ പിന്നെ എല്ലാം തീർന്നുപോയി. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ലാഭമല്ല വേണ്ടത്, ബർക്കത്താണ് എന്ന് വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൃപ്തിയോടുകൂടെ മാത്രം സമ്പാദിക്കാനുള്ള തൗഫീഖ് തന്ന് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.